സ്കൂൾ തുറന്നു കഴിഞ്ഞു. അപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ കുട്ടികളൊക്കെ ആവേശത്തിപ്പിറപ്പിലാണ്, അധ്യാപകരും ആവേശത്തിപ്പിറപ്പിലാണ് എന്ന് മനസ്സിലാക്കുന്നു. രക്ഷിതാക്കൾ മാത്രം വലിയൊരു ആവേശമുണ്ട്, പക്ഷേ ഹോംവർക്കുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ? ചില വീടുകളിലൊക്കെ പനിയും തുമ്മലുമൊക്കെ ആയി കാണും എന്ന് ഞാൻ അനുമാനിക്കുന്നു. കാരണം മഴയും കനക്കുന്നുണ്ട്. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയാണെങ്കിൽ പോലും കാലാവസ്ഥയുടെ മാറ്റം നിങ്ങളുടെ കുട്ടികളിൽ പകർച്ചവ്യാധികൾ സൃഷ്ടിച്ചേക്കാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ പകർച്ചവ്യാധികളും പടർന്നു തുടങ്ങും. അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. നമ്മൾ ഇടയ്ക്കിടെ ഇക്കാര്യം പറയുന്നതാണ്. എന്നാലും ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സ്കൂളുകൾ തുറന്നിരിക്കുമ്പോൾ പകർച്ചവ്യാധികൾ പിടിപെടാൻ സാഹചര്യം കൂടുതലുള്ളപ്പോൾ രക്ഷിതാക്കൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കുടിക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാവൂ. വാട്ടർ ബോട്ടിലുകളിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം തന്നെ നിറച്ചു നൽകണം. ഇളം ചൂട് നിൽക്കുന്ന വാട്ടർ ബോട്ടിലുകളാണെങ്കിൽ അത്രയും നല്ലത്. പ്ലാസ്റ്റിക് കണ്ടന്റാണ് വാട്ടർ ബോട്ടിലെങ്കിൽ തിളപ്പിച്ച വെള്ളം അതേപോലെ തിളപ്പിച്ചൊഴിക്കരുത്, അത് ക്യാൻസറസ് ആണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങളുടെ ബോട്ടിലുകളിൽ നിങ്ങൾ കുട്ടികൾക്ക് കൊടുത്തുവിടുക. ഉച്ചഭക്ഷണ സമയത്ത് പലരും പാത്രമൊക്കെ തുറന്നു വെച്ച് കളിക്കാനൊക്കെ പോകും. അത് നല്ലതല്ലെന്നും ഭക്ഷണവും വെള്ളവും തുറന്നു വയ്ക്കരുതെന്നും കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. കൊതുകോ അല്ലെങ്കിൽ ഈച്ചയോ വരാനുള്ള സാധ്യതയുണ്ട്. അധ്യാപകർ അത് ഉറപ്പാക്കുകയും വേണം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശുചിമുറിയിൽ പോയ ശേഷവും കൈകൾ സോപ്പിട്ട് കഴുകണം എന്നുള്ളത് കുട്ടികളിൽ ഒരു ശീലമാക്കി തന്നെ മാറ്റണം. കൈകളിലൂടെയാണ് പല രോഗങ്ങളും പടരുന്നത് എന്നത് പ്രേക്ഷകർ പ്രത്യേകം ഓർമ്മിക്കണം. ഇലകളും പച്ചക്കറികളും അടങ്ങിയ ഭക്ഷണം കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തണം. നേരിട്ട് കഴിക്കാൻ താല്പര്യമില്ലാത്ത കുറുമ്പന്മാരും കുറുമ്പത്തികൾക്കും ധാരാളം ഇലകളും പച്ചക്കറികളും ഒക്കെയുള്ള സ്നാക്സ് ആയിട്ട് നൽകാം. വിറ്റമിൻ സി ഉള്ള പഴങ്ങൾ, അതായത് ഓറഞ്ച്, പേരയ്ക്ക പോലുള്ള പഴങ്ങളും നൽകണം. രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ അത് വളരെ നല്ലതാണ്. സ്കൂൾ വിട്ടുവരുമ്പോൾ ദിവസവും നാരങ്ങാ വെള്ളം നൽകുന്നതും അത്യാവശ്യം നല്ലതാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളം പലപ്പോഴും രോഗങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് അത്തരം കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കളിക്കാൻ കുട്ടികളെ ഒരു കാരണവശാലും അനുവദിക്കരുത്. പനിയുണ്ടെങ്കിൽ സ്കൂളിൽ വിടരുത്. മറ്റു കുട്ടികൾക്കും അത് പടരാനുള്ള സാധ്യതയുണ്ട് എന്ന് മാത്രമല്ല, ഏതുതരം പനിയാണ് പടരുന്നതെന്ന് നമുക്ക് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് കൃത്യമായ ചികിത്സ ഉറപ്പാക്കണം. ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തൂവാല ഉപയോഗിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കണം. ഇനി തുമ്മലും ചീറ്റലും ഒന്നും ഇല്ലെങ്കിലും കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ ഒരു തൂവാല അവരുടെ കയ്യിൽ കൊടുത്തുവിടുന്നത് ഒരു ശീലമാക്കി മാറ്റണം. മാത്രവുമല്ല, തൂവാല കൈമാറ്റം ചെയ്യരുതെന്നും കുട്ടികളോട് പറയണം. അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളിലെ മാറ്റം പ്രത്യേകം ശ്രദ്ധിക്കണം. ഊർജ്ജസ്വലരായ കുഞ്ഞുങ്ങൾ അല്പം ഒന്ന് വാടിയിരുന്നാൽ അതൊരു ലോകലക്ഷണമായി തന്നെ നിങ്ങൾ കണക്കാക്കുകയും വേണം. അതുകൊണ്ട് കൂടുതൽ കരുതൽ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രതിരോധ കുത്തിവയ്പ്പുകൾ യഥാസമയം എടുക്കണം എന്നതാണ്. അതിൽ ഒരു തരത്തിലുള്ള വിമുഖതയും കാണിക്കരുത്. കുപ്രചരണങ്ങളിൽ വീണു പോകരുത്. അങ്ങനെ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ വെച്ചാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ആരോഗ്യവന്മാരായി, അതിനേക്കാളും അപ്പുറം ആവേശമുള്ള കുട്ടികളാക്കി, ഊർജ്ജസ്വലരായ കുട്ടികളാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. മികച്ചൊരു അക്കാഡമിക് അന്തരീക്ഷം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കുട്ടികൾക്കും ആശംസിക്കുന്നു.